പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. നമ്മൾ ലോക ചരിത്രത്തിൽ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നേ ദിവസവും ബേസാണ് നമ്മൾ പഠിക്കുക. ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ക്ലാസ് നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകും, ഓർമ്മയിലുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കരോലിഞ്ചയൻ നവോത്ഥാനം പഠിച്ചു. ഇറ്റലിയിലെ റോമിലാണ് തുടക്കം കുറിച്ചതെന്നും അതിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ, റോമിൽ ഭരണം നടത്തിയിരുന്ന ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ കരോലിഞ്ചയൻ വംശജനായ ഷാലമീനാണെന്നും പഠിച്ചു അല്ലേ? അദ്ദേഹത്തിന് സഹായം നൽകിയ റോമിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ ആധ്യാത്മിക പിതാവ് ലിയോ മൂന്നാമൻ എന്നൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പഠിച്ച ഓർമ്മയുണ്ടോ? യെസ്, 15-ാം നൂറ്റാണ്ടിലാണ് നവോത്ഥാനം രൂപം കൊണ്ടത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 15-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ഇറ്റലിയിലാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണെന്ന് പഠിച്ചു. ഇറ്റലിയിലെ നവോത്ഥാന ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് പെട്രാർക്ക് ആയതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്കാണെന്നും പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ പഠിച്ചു? യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ആ കാലഘട്ടത്ത് ജനങ്ങൾ നവോത്ഥാന ചിന്തകൾ അറിഞ്ഞത് പ്രധാനമായും എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചേ. പ്രധാനമായിട്ട് എങ്ങനെയാ അറിഞ്ഞേ? യെസ്, സാഹിത്യരചനകളിലൂടെയാണ് അല്ലേ? സാഹിത്യരചനകളിലൂടെയാണെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരൻ ഡാൻ്റെയാണെന്നും ഡാൻ്റെയുടെ പ്രശസ്തമായ പുസ്തകം ഡിവൈൻ കോമഡിയാണെന്നും പഠിച്ചു അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? നവോത്ഥാനത്തിൻ്റെ യെസ് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇനി നവോത്ഥാന കാലഘട്ടത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനാണ് ഒരു രാജാവ് ജനകേന്ദ്രീകൃതമായി ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹമായിരുന്നു നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ത്? ദ പ്രിൻസ് എന്ന പേരിൽ അറിയപ്പെടുക അല്ലെ? പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പരിശോധിച്ചിരുന്നു. പെട്രാർക്ക് എന്ന നവോത്ഥാനത്തിന്റെ പിതാവായ വ്യക്തിയുടെ കൃതി ലോറ, ജോഫ്രി ചോസറിന്റെ പുസ്തകം കാൻറ്റർബറി ടെയിൽസ്, ഇറാസ്മസിന്റെ പുസ്തകം എൻ പ്രൈസ് ഓഫ് ഫോളി, കമീനിന്റെ പുസ്തകം ലൂസിയാസ്. ഈ പുസ്തകങ്ങൾ എഴുതി അതിൻ്റെ ഫലമായിട്ട് നവോത്ഥാന ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടു എന്നതൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ ആര് മാത്രമായിരിക്കും ഈ പുസ്തകങ്ങൾ വായിക്കുക? സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ. ആ കാലഘട്ടത്തും ഫാക്ടറി തൊഴിലാളികളും സാധാരണക്കാരായ കർഷകരും വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും എന്ത് ചെയ്തിരിക്കണം? മറ്റു തരത്തിലുള്ള ആശയപ്രചരണം ഉണ്ടാകണം. അതാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത്. തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതനവീകരണ പ്രസ്ഥാനങ്ങളും ജ്ഞാനോദയ പ്രസ്ഥാനവും പഠിക്കും. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? യെസ്, ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ ആശയപ്രചരണം. ആശയപ്രചരണത്തിന് വേണ്ടി കലാരൂപങ്ങൾ ഉപയോഗിച്ചിരുന്നു. അക്കാലഘട്ടത്ത് ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ച എന്ത് തന്നെയായിരുന്നു? ചിത്രകലയായിരുന്നു. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തെ ചിത്രകലയെക്കുറിച്ചാണ് നമ്മളിനി പരിശോധിക്കുക. PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത്തരം ചിത്രങ്ങളും അവയുടെ സൃഷ്ടാക്കളും ഒക്കെ. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരൻ എന്ന് പറയുന്നത് ലിയാനാർഡോ ഡാവിഞ്ചി ആയിരുന്നു. ലിയാനാർഡോ ഡാവിഞ്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് അന്ത്യത്താഴം, മൊണാലിസ എന്നിവ. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരൻ ആരാണ്? ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അന്ത്യത്താഴം, മൊണാലിസ എന്ന പേരിൽ അറിയപ്പെടുക. അന്ത്യത്താഴം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ക്രൈസ്റ്റും 12 ശിഷ്യന്മാരും അതായത് ക്രൈസ്റ്റിനെ കുരിശിൽ ഏറ്റുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അത്താഴം കഴിക്കുന്നതാണ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ത് ചെയ്തത്? അന്ത്യത്താഴം എന്ന ചിത്രത്തിലൂടെ ജനങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ അറിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ആ കാലഘട്ടത്ത്? അതും നവോത്ഥാനവും തമ്മിലുള്ള ബന്ധമെന്നാണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, അക്കാലയളവിൽ പുരോഹിതന്മാർ ഭരണത്തിൽ ഇടപെടുകയും, എല്ലാവരുമല്ല, ഭൂരിപക്ഷം പുരോഹിതന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് പല ആശയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ദൈവം എന്താണോ പറയുന്നത് അത് തങ്ങൾ ജനങ്ങളുടെ മേൽ ആരോപിക്കുന്നു അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതായിരുന്നു പുരോഹിത പ്രമുഖന്മാർ അക്കാലഘട്ടത്ത് പറഞ്ഞിരുന്നത്. അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തു.
ആ ഒരു സാഹചര്യത്തിലാണ് ലിയാനോർഡോ ഡാവിഞ്ചി അന്ത്യത്താഴം എന്ന ചിത്രം വരയ്ക്കുക. അന്ത്യത്താഴം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ച ആശയം ഇതാണ്: യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒപ്പമിരുന്നു കൊണ്ട് പങ്കുവയ്പിലൂടെ എന്ത് ചെയ്യുന്നു? ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ പുരോഹിത ഗണമെന്ന് പറയുന്നത് സവർണരാണ്, അല്ലെങ്കിൽ ഉന്നത കുലരാണ് എന്ന ചിന്താഗതി ഉണ്ടാകരുത്. പുരോഹിതനും ജനങ്ങളും തുല്യരാണ്. ദൈവിക ആശയങ്ങൾ എന്താണോ അത് പഠിപ്പിക്കുക മാത്രമാണ് പുരോഹിതന്റെ കടമ. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് പുരോഹിതനെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടവനാണ് പുരോഹിതൻ എന്നൊരാശയം പ്രചരിപ്പിക്കുകയായിരുന്നു ലിയാനോർഡോ ഡാവിഞ്ചിയുടെ അന്ത്യത്താഴം എന്ന രചനയുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ നവോത്ഥാന ചിത്രകല എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇനി മൊണാലിസ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ചിരിക്കുന്നതായിട്ടും ചിലപ്പോൾ കരയുന്നതായിട്ടും തോന്നുന്ന 3D അല്ലാത്ത, ഇന്നത്തെ കാലത്ത് 3D ആകുമ്പോൾ നമുക്ക് രൂപീകരിക്കാം. 3D അല്ലാത്ത ചിത്രമായിരുന്നു മൊണാലിസ എന്ന് പറയുന്നത്, എവർക്കും പരിചിതമാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിലൂടെ ലിയാനോർഡോ ഡാവിഞ്ചി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് നാടുവാഴിയോ ജന്മിയോ പുരോഹിതനോ ഉദ്യോഗസ്ഥനോ പറഞ്ഞാൽ അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ട. നിങ്ങൾ സ്വയം ആലോചിക്കൂ, അവരുടെ പ്രവൃത്തി വിലയിരുത്തൂ, അതിനുശേഷം മാത്രം വിശ്വസിക്കൂ. അന്ധമായ വിശ്വാസങ്ങൾ എതിർക്കൂ, ചോദ്യം ചെയ്യൂ തുടങ്ങിയ ആശയങ്ങളാണ് മൊണാലിസ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുക. ഇനി മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോയാണ്. നവോത്ഥാന കാലഘട്ടത്തെ മറ്റൊരു പ്രശസ്തനായ ചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത്. അന്ത്യവിധി എന്ന് പറയുന്ന ഒരു അന്ത്യവിധി എന്ന ചിത്രത്തിലൂടെ മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് വീണ്ടും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതുകൂടാതെ മൈക്കൽ ആഞ്ചലോ പ്രധാനപ്പെട്ട ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ശില്പങ്ങളാണ് പിയാത്ത എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ക്രൈസ്റ്റ് കുരിശിൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുരിശിൽ നിന്ന് ഇറക്കുന്ന ഒരു രംഗമുണ്ട്. കുരിശിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ചിത്രം, അതിനെയാണ് നമ്മൾ പിയാത്ത എന്ന് നമ്മൾ പറയുക. അതേ മാതൃകയിൽ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന ചിത്രത്തിൻ്റെ മാതൃകയിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലൊക്കെ കുരിശടികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെറിയ ആരാധനാലയങ്ങളൊക്കെ പല സ്ഥലത്ത് നിങ്ങൾ റോഡ് വെക്കിലൊക്കെ കാണാറുണ്ട് പിയാത്ത. അതായത് മാതാവിൻ്റെ മടിയിൽ ക്രൂശിതനായ യേശു കിടക്കുന്നു, ക്രൂശിൽ മരിച്ചതിന് ശേഷം കിടക്കുന്നത് തന്നെയാണ് പിയാത്ത എന്ന ശില്പം എന്ന് പറയുന്നത്. പിന്നെ ദാവീദ് എന്ന് പറയുന്നത് രാജാവെന്ന് പറയുമ്പോഴും ആടിനെ മേയ്ക്കുന്ന ഒരു ബാലനായിരുന്നു ദാവീദ്. അദ്ദേഹം ആ കാലഘട്ടത്തെ ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തിയെ, ഗോലിയാത്തിൻ്റെ ദുർഭരണത്തെ അല്ലെങ്കിൽ ഗോലിയാത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ ചോദ്യം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ ആയിരിക്കണം ജനത എന്ന് ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ദാവീദിൻ്റെ ശില്പം അദ്ദേഹം നിർമ്മിക്കുന്നത്. മോസസ് എന്ന് പറയുന്നത് നമ്മൾ മോശ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മോശ എന്ന് പറയുന്നത് പലപ്പോഴും മോശയുടെ കൽപ്പനകൾ എന്നൊക്കെ രീതിയിലാണ് ക്രിസ്തുമത വിശ്വാസികൾ ആദ്യ കാലഘട്ടത്തെ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനമായി കണ്ടെത്തിയിരുന്നത്. അപ്പോൾ മോശയുടെ കൽപ്പനകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ് പുരോഹിതന്മാർ എന്നതായിരുന്നു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാർ ഉന്നതകുല ജാതരെന്ന് അവർ സ്വയം വിശേഷിപ്പിച്ചു. പക്ഷേ നമ്മുടെ മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, അല്ല, മോസസ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു ഇടയനാണ്. അദ്ദേഹം ജനങ്ങളെ നയിക്കുന്നു. അതോടൊപ്പം ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കാനാൻ ദേശം, അതായത് സ്വർഗതുല്യമായ ഭൂപ്രദേശമാണ് കാനാൻ ദേശം എന്നാണ് പറയുക. ഈ മോശ ഇസ്രയേലി ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആരുടെ ദൗത്യം? മോശയുടെ. പക്ഷേ മോശയ്ക്കിടയ്ക്ക് ചെറിയ അഹങ്കാരങ്ങൾ ഉണ്ടാകുന്നു, ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നു.
ജനങ്ങളുടെ ഉന്നതൻ അല്ലെങ്കിൽ അധിപതിയായിട്ടൊക്കെ സ്വയം ചിന്തിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ദൈവം അതിന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ്. കാനാൻ ദേശം എത്തുന്നതിന് മുൻപ് ആര് മരിച്ചു പോകുന്നു? മോസസ് അഥവാ മോശ മരിച്ചു പോകുന്നു. അത് തന്നെയാണ് നിങ്ങളും മനസ്സിലാക്കേണ്ടത്. പുരോഹിതന്മാർ എന്തൊക്കെ ചെയ്താലും അവര് ആരല്ല? ഉന്നത കുലജാതരല്ല, ജനങ്ങളോട് ഒപ്പം ജീവിക്കേണ്ടവരാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ശില്പം നിർമ്മിക്കുന്നത്. നമ്മൾ പലപ്പോഴും നവോത്ഥാനം പഠിക്കുമ്പോൾ കാണാപ്പാടം എന്ന പേരിൽ ഇത് മാത്രം പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണാപ്പാടം പഠിക്കരുത്, കഥ പോലെ വായിച്ചു വെക്കാം, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോളും. പേടിക്കണ്ട, ഇനി നിങ്ങൾ പിക്ചർ ഒന്നും മറക്കത്തില്ല. മൈക്കൽ ആഞ്ചലോയുടെ പുസ്തകം ചിത്രമാണ് എന്ത്? അന്ത്യവിധി. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ എന്തൊക്കെ? പിയാത്ത. ഇനി റോഡ് വക്കിലൂടെ പോകുമ്പോൾ പിയാത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോയുടെയാണ്. അന്ത്യത്താഴം, ശിഷ്യന്മാരുടെ മധ്യഭാഗത്ത് യേശു ഇരുന്ന് എന്ത് ചെയ്യുന്നു? അപ്പം വീതിച്ചു നൽകുന്നു. അതാണ് അന്ത്യത്താഴം എന്ന് പറയുന്നത്. തുല്യത, സോഷ്യലിസമാണ് അവിടെ പ്രചരിപ്പിക്കുക എന്നാണ് ആര് പറയുന്നേ? ലിയാനോർഡോ ഡാവിഞ്ചി. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതെ, തുല്യതയെക്കുറിച്ച് ജനങ്ങളിൽ ഒരുവനായിട്ടാണ് ആര് കണ്ടിരുന്നത്? ക്രൈസ്റ്റ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ ജനങ്ങളുടെ ഉന്നതനായ അധികാരിയല്ല പുരോഹിതന്മാർ എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? അപ്പോൾ നവോത്ഥാന കല, ഏറ്റവും പ്രശസ്തനായ ചിത്രകാരൻ ലിയാനോർഡോ ഡാവിഞ്ചി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ അന്ത്യത്താഴം കൂടാതെ മൊണാലിസ എന്നിവ. മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി എന്ന ചിത്രം വരച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശില്പങ്ങളാണ് പിയാത്ത, ദാവീദ്, മോസസ് അഥവാ മോശ എന്നിവ. റാഫേലിൻ്റെ പ്രശസ്തമായ ചിത്രമാണ് ഏതൻസിലെ വിദ്യാലയം. ഏതൻസിലെ വിദ്യാലയം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഗുരു എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുകയാണ്. ഗുരു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളും ഗുരുവും എന്ത് ചെയ്യുന്നു? ഒരേപോലെയാണ് ജീവിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണ വ്യത്യാസമൊന്നുമില്ല. ഒരേ ഭക്ഷണം കഴിക്കുന്നു. ഗുരുവും വിദ്യാർത്ഥികളും ഒരേപോലെ അധ്വാനിക്കുന്നു. ആ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണം അവർ സ്വീകരിക്കുക. അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിൽ, അല്ലെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ പോലും ഉന്നതനെന്നോ അധീനനെന്നോ ഒരു കാഴ്ചപ്പാടുണ്ടാകരുത്. ഏതൻസിലെ വിദ്യാലയത്തിൻ്റെ മാതൃകയിലായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് ആര് ഓർമ്മിപ്പിക്കുക? റാഫേൽ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ നവോത്ഥാന ചിന്തകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് നവോത്ഥാന കലയെന്ന് വിളിക്കുന്നു. അപ്പോൾ നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് എന്താ? ചിത്രകല. ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനാരാ? ലിയാനോർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ എന്തൊക്കെയാ? അന്ത്യത്താഴം, മൊണാലിസ എന്നിവ. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രം എന്താണ്? അന്ത്യവിധിയാണ്. മൈക്കൽ ആഞ്ചലോ ശില്പങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഏതൊക്കെ? പിയാത്ത, ദാവീദ്, മോസസ്. റാഫേലിൻ്റെ പ്രശസ്തമായ ചിത്രമാണെന്ത്? ഏതൻസിലെ വിദ്യാലയം. ക്ലിയർ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന കാലഘട്ടത്തെ പ്രധാന സാഹിത്യകൃതികളൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് ആ സാഹിത്യകൃതികളൊക്കെ ഓർമ്മയുണ്ട് എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഓർമ്മയുണ്ടാകും അല്ലേ? ഡാന്റെയുടെ കൃതി ഡിവൈൻ കോമഡി അല്ലേ? നിക്കോളോ മാക്കിയവെല്ലിയുടെ കൃതി ദ പ്രിൻസ് ആയിരുന്നു. പെട്രാർക്കിൻ്റെ കൃതി ലോറയായിരുന്നു അല്ലേ? കമീനിൻ്റെ കൃതി ലൂസിയാഡ്സ് ആയിരുന്നു. ഇറാസ്മസിൻ്റെ കൃതി എന്താണ്? എൻ പ്രൈസ് ഓഫ് ഹോളി ആയിരുന്നു. ജോഫ്രി ചോസറിൻ്റെ കൃതി എന്തായിരുന്നു? കാൻറ്റൻബറി ടെയിൽസ് ആയിരുന്നു. കാൻറ്റൻബറി ടെയിൽസ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഓർമ്മിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നുപോയാലോ. അടുത്ത് പഠിച്ചാലോ? അടുത്ത് പഠിക്കുന്നു മതനവീകരണത്തെക്കുറിച്ച്. അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെ? കരോലിൻജയൻ നവോത്ഥാനം ആരംഭിച്ചത് AD 8-ാം നൂറ്റാണ്ടിൽ അല്ലേ? AD 8-9 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു. ആരംഭിച്ചത് AD 8-ാം നൂറ്റാണ്ടിലാണ്. നവോത്ഥാനം ആരംഭിച്ചത് 15-ാം നൂറ്റാണ്ടിൽ. ഇവിടെ മതനവീകരണം ആരംഭിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നവോത്ഥാന കലയിൽ പലപ്പോഴും ഭരണത്തിൽ ഇടപെടുന്ന, ജനങ്ങളുടെ ഉന്നതനായി സ്വയം അവരോധിച്ചിരുന്ന പുരോഹിതന്മാരുടെ ചെയ്തികളെ വിമർശിക്കുന്ന കാഴ്ചപ്പാടുകളാണ് നവോത്ഥാന ചിത്രകലയിലൂടെ പലപ്പോഴും പല ചിത്രകാരന്മാരും ആശയം പ്രചരിപ്പിച്ചത്. അത് കാരണമാണ് 16-ാം നൂറ്റാണ്ടിൽ എന്താരംഭിക്കുക? മതനവീകരണം ആരംഭിക്കുക. ക്രിസ്തുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള കാഴ്ചപ്പാടിനെ നമുക്ക് പൊതുവായി എന്തെന്ന് വിളിക്കാം? മതനവീകരണം എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഓർമ്മിക്കുക, നവോത്ഥാന ചിന്തകളുടെ, നവോത്ഥാന ചിത്രങ്ങളുടെയും നവോത്ഥാന സാഹിത്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന അടുത്ത ചിന്തയാണ്, 16-ാം നൂറ്റാണ്ടിലെ ചിന്തയാണെന്ത്? മതനവീകരണം. അതായത് തെറ്റായ കാര്യങ്ങളുണ്ട്, അത് മാറ്റണം. തെറ്റായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് 15-ാം നൂറ്റാണ്ടിൽ, അത് നവോത്ഥാനം.
ആ നവോത്ഥാന ഫലമായി നമ്മളനുസരിക്കുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റെന്ന് മനസ്സിലാക്കിയപ്പോൾ അതെന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്? മാറ്റാൻ തീരുമാനിക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ തുടച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് മതനവീകരണം എന്ന പേരിൽ അറിയപ്പെടുക. ക്രിസ്തുമതത്തിൽ അന്ധവിശ്വാസങ്ങളെന്ന് എടുത്തു പറയാൻ കാരണം, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, 15-ാം നൂറ്റാണ്ടിലെ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ തുടക്കം കുറിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്തുമതം പ്രൊട്ടസ്റ്റന്റ് വിഭാഗമെന്നും കത്തോലിക്ക വിഭാഗമെന്നും വേർതിരിയാണ് അല്ലേ? യെസ്, അതാണ് നമ്മളിവിടെ പഠിക്കുക കേട്ടോ. 15-ാം നൂറ്റാണ്ട് വരെ കത്തോലിക്ക ക്രിസ്തുമതം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 15-ാം നൂറ്റാണ്ടിൽ പുരോഹിതന്മാർ ആധ്യാത്മിക പ്രവൃത്തികളേക്കാൾ കൂടുതൽ സാമ്പത്തിക ധനാഗമന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണത്തിൽ ഇടപെട്ടു തുടങ്ങി. സാധാരണക്കാരെ ജനങ്ങളിൽ നിന്ന് നികുതിയൊക്കെ പിരിച്ചു തുടങ്ങി. നമ്മൾ ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിക്കുമ്പോൾ പുരോഹിതന്മാർ പിരിച്ച നികുതിയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അങ്ങനെ ഉണ്ടായപ്പോൾ ഈ ക്രിസ്തുമതത്തിലെ പുരോഹിതനായിരുന്ന ഒരു യുവ പുരോഹിതനായ വ്യക്തി ഇതിനെ ചോദ്യം ചെയ്തു. ആ യുവ പുരോഹിതന്റെ പേരാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ എന്ന പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം അമേരിക്കയിലെ കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് കേട്ടോ. രാജാവൊന്നുമല്ല, പേര് മാത്രമാണ് മാർട്ടിൻ ലൂതർ കിങ്. പക്ഷെ ഇവിടെ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ജർമ്മനിയിലെ ക്രിസ്തുമതത്തിലെ നവ പുരോഹിതൻ. അതായത് ക്രിസ്തുമതത്തിൽ നവപുരോഹിതൻ എന്ന് പറയുന്നത് ഈ പുരോഹിതനാകണമെങ്കിൽ കുറേ വർഷങ്ങൾ പഠിക്കണം. 10 മുതൽ 14 വർഷം വരെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, പഠനം പൂർത്തീകരിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് കഴിയുക? പുരോഹിതനായി മാറാൻ കഴിയുക. പുരോഹിത പട്ടം സ്വീകരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പുരോഹിതനായി മാറുന്ന വ്യക്തിയാണ് നമ്മൾ നവപുരോഹിതൻ എന്ന് വിളിക്കുക. സ്വാഭാവികം അദ്ദേഹം എന്തായിരിക്കും? യുവ പുരോഹിതനായിരിക്കും. അപ്പം നവ വൈദികൻ അഥവാ യുവ പുരോഹിതനായ മാർട്ടിൻ ലൂതർ പഠിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്ന എന്താണ്? താൻ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലാകുന്നു, തനിക്ക് മുൻപേ പൗരോഹിത്യം സ്വീകരിച്ച പല പുരോഹിതന്മാരും പഠിച്ച കാര്യങ്ങളല്ല പ്രാവർത്തികമാക്കുക, മറിച്ച് അവരുടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതി. ഇതാര് ചോദ്യം ചെയ്തു? മാർട്ടിൻ ലൂതർ ചോദ്യം ചെയ്തു. മാർട്ടിൻ ലൂതർ ചോദ്യം ചെയ്തത് ആർക്കിഷ്ടപ്പെട്ടില്ല? മത മേലധ്യക്ഷന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മതമേലധ്യക്ഷന്മാര് ആരെ പുറത്താക്കുകയാണ്? മാർട്ടിൻ ലൂതർ പുറത്താക്കുകയാണ്. മനസ്സിലായോ? മാർട്ടിൻ ലൂതറെ പുറത്താക്കുകയാണ്. അപ്പൊ ഈ മാർട്ടിൻ ലൂതറെ പുറത്താക്കിയപ്പോൾ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? പേടിച്ച് ഒതുങ്ങിക്കൂടിയില്ല. സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ പഠിച്ച വൈദിക നയം. അത് ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മതമേലധ്യക്ഷന്മാർ പുറത്താക്കി. അതുകൊണ്ട് ക്രിസ്തു ശരിയാണ്, എന്നാൽ ക്രിസ്തുമതത്തിലെ അനുയായികൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ബൈബിൾ കത്തിച്ചു. ലോകചരിത്രത്തിൽ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ബൈബിൾ കത്തിച്ച പുരോഹിതനായിട്ടാണ് മാർട്ടിൻ ലൂതറെ കണക്കാക്കുക. അങ്ങനെ ആ കാലഘട്ടത്തെ അന്ധവിശ്വാസങ്ങളും ക്രിസ്തുമതത്തിലെ അനാചാരങ്ങളും ചോദ്യം ചെയ്ത അദ്ദേഹം രൂപീകരിച്ച സമ്പ്രദായമായിരുന്നു, അതായത് അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ചു. പക്ഷേ ക്രിസ്തുമതത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വിമർശിച്ചത്. അങ്ങനെ തുടക്കം കുറിക്കുന്നതായിരുന്നു പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം. നവോത്ഥാന ചിന്തകളിൽ ജനങ്ങള് ഒരു ഇപ്പോഴത്തെ ചിന്താഗതിയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുമതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് മതം രൂപീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും എന്ത് സ്വീകരിച്ചു? പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയാം. അത് വലിയൊരു വിപ്ലവമായിട്ടാണ് കണക്കാക്കുക. ഇന്ന് ലോകത്തൊട്ടനവധി രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് മതമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രൊട്ടസ്റ്റന്റ് മതമാണ്. അപ്പൊ ജർമ്മനിയിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ ആയതുകൊണ്ട് മതനവീകരണത്തിന്റെ റിലീജിയസ് റിഫോംസിന്റെ പിതാവായി കണക്കാക്കുന്ന മാർട്ടിൻ ലൂതർ തന്നെ മതനവീകരണത്തിന്റെ കളിത്തൊട്ടിലോ ജർമ്മനി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു,
നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടൽ ഇറ്റലിയാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കാണ്. ഇവിടെ മതനവീകരണത്തിന്റെ പിതാവ് ആരാണ്? മാർട്ടിൻ ലൂതറാണ്. മതനവീകരണത്തിന്റെ കളിത്തൊട്ടൽ എന്താ? ജർമ്മനി. മതനവീകരണത്തിന്റെ പ്രസ്ഥാനങ്ങളിലെ ആദ്യ രക്തസാക്ഷിയായി കണക്കാക്കുന്നത് ജോൺ ഹസ്സിനെയാണ്. പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ക്രിസ്തുമത പുരോഹിതന്മാർ, ക്രിസ്തുമത മേലധ്യക്ഷന്മാർ, ക്രിസ്തുമതത്തെ അംഗീകരിച്ചിരുന്ന കത്തോലിക്ക ക്രിസ്തുമതത്തെ അംഗീകരിച്ചിരുന്ന രാജകുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ജോൺ ഹസ്സിനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നു, മതനവീകരണത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് കണക്കാക്കുന്നത് ജോൺ ഹസ് ആണ്. ഈ ജോൺ ഹസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനാണ് കേട്ടോ, ബ്രിട്ടീഷുകാരനാണ്. ജോൺ ഹസിന്റെ കൊല്ലപ്പെടൽ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഇംഗ്ലണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? തീർച്ചയായിട്ടും. ജോൺ ഹസിന്റെ രക്തസാക്ഷിത്വമാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമായ ആംഗ്ലിക്കൻ സഭ രൂപീകരിക്കാൻ കാരണമായി തീർന്നതെന്ന് പറയേണ്ടി വരും. ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ തുടക്കം കുറിക്കാൻ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായ ജോൺ ഹസിന്റെ മതനവീകരണത്തെ തുടർന്നുള്ള രക്തസാക്ഷിത്വമാണ്. മനസ്സിലായോ? അത്രയും പ്രാധാന്യമുണ്ട് കേട്ടോ. ഇനി മതനവീകരണത്തിന്റെ ആശയങ്ങൾ ഇംഗ്ലണ്ടിൽ ആകമാനം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? ജോൺ വൈക്ലിഫ് ആയിരുന്നു. അദ്ദേഹത്തെ മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രമെന്നും ഇംഗ്ലീഷ് നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രമെന്നും വിളിക്കുന്നു. ഇംഗ്ലീഷ് നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രമെന്ന് അറിയപ്പെടുന്നതും മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ആരാണ്? ജോൺ വൈക്ലിഫ് ആണ്. അപ്പോൾ 3 വ്യക്തികളെ നമ്മൾ പഠിച്ചു. മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതനാണ് ജർമ്മനിയിൽ. അതുകൊണ്ട് മതനവീകരണത്തിന്റെ പിതാവ് മാർട്ടിൻ ലൂതറാണ്. ക്ലിയർ? ഇനി മതനവീകരണത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്ന ജോൺ ഹസ് എന്ന ഇംഗ്ലീഷുകാരനാണ്. അതാണ് അടിസ്ഥാനമായി ഇംഗ്ലണ്ട് എന്ന രാജ്യത്ത് ആംഗ്ലിക്കൻ സഭ തുടക്കം കുറിക്കുന്നതിന് കാരണമായത്. ഇനി മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്, മതനവീകരണത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി ശ്രമിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ജോൺ വൈക്ലിഫ് ആണ്. മതനവീകരണത്തിന്റെ പിതാവ് മാർട്ടിൻ ലൂതർ, മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രം ജോൺ വൈക്ലിഫ്. ഈ ജോൺ വൈക്ലിഫും ഇംഗ്ലീഷുകാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇംഗ്ലീഷ് നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കാറുണ്ട്. ഇംഗ്ലീഷ് നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും പൊതുവായി മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതുമാരെ തന്നെ ജോൺ വൈക്ലിഫ് തന്നെ. ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാനത്തിൽ പഠിച്ചിരുന്നു. ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതല്ലേ? നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കാണ് അല്ലേ? നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രമാരാ? ഡാൻഡേ അല്ലേ? ഡാൻഡേ നമ്മൾ പഠിച്ചതാ. ഇവിടെ മതനവീകരണത്തിന്റെ പിതാവ് മാർട്ടിൻ ലൂതറാണ്. മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രമാരാണ്? ജോൺ വൈക്ലിഫ് ആണ്. ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിൻ ആയിരുന്നു. ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിൻ ആയിരുന്നു. അതായത് ഇദ്ദേഹം, ഞാൻ വീണ്ടും പറയുന്നു, മതനവീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്, യൂറോപ്പിൽ മതനവീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിലെ പുരോഹിതന്മാരുടെ ചെയ്തികൾക്കെതിരെ, അവരുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ, ജനങ്ങളെ അടിമയാക്കുന്ന കാഴ്ചപ്പാടുകൾക്കെതിരെ രൂപം കൊണ്ട ആശയപ്രചരണമാണ്. ആശയം യൂറോപ്പിൽ ആകമാനം വ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിൻ ആയിരുന്നു. കാൽവിൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കാൽവിൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. ഹിന്ദുമത നവീകരണത്തിന് ശ്രമിച്ച ഇന്ത്യയിലെ ആചാര്യനായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ആ സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും ചോദ്യം ചെയ്തു, അഥവാ ഹിന്ദുമത നവീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നും വിളിക്കാറുണ്ട്. ശരിയല്ലേ? ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നും വിളിക്കാറുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ ഈ മതനവീകരണത്തിൽ ക്രിസ്തുമതത്തിലെ പുരോഹിതന്മാരെയാണ് എതിർക്കുക, അല്ലാതെ ക്രിസ്തുവിനെ അല്ല. ഈ ക്രിസ്തുമതത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചോദ്യം ചെയ്തവര് ജനങ്ങൾക്ക് നൽകിയിരുന്ന പ്രധാന കാഴ്ചപ്പാടായിരുന്നു അവർ ചെയ്യുന്ന തെറ്റാണ്, ക്രൈസ്റ്റ് പറയുന്ന യാഥാർത്ഥ്യം ഇതാണ് എന്നൊരു കാഴ്ചപ്പാടാണ് അവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവരുടെ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിന്റെയും ആധ്യാത്മിക ദൈവം അല്ലെങ്കിൽ പിതാവെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൽ
മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിനായിരുന്നു. ഈ ജോൺ കാൽവിൻ്റെ അനുയായികളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഹ്യൂഗ്നോട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഹ്യൂഗ്നോട്ടുകൾ. നമ്മൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ ഹ്യൂഗ്നോട്ട് അവിടെ പഠിക്കണം കേട്ടോ. യെസ്, അത് മനസ്സിലുണ്ടാവണം. അപ്പോൾ ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഹ്യൂഗ്നോട്ടുകൾ എന്നറിയപ്പെടുന്നു. ഈ ഹ്യൂഗ്നോട്ടുകൾ എവിടെയും വ്യാപിച്ചു, ഇംഗ്ലണ്ടിലും വ്യാപിച്ചിരുന്നു. ഈ ജോൺ കാൽവിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങൾ. അതായത് ക്രിസ്തുമതത്തിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ ഇവയൊക്കെയാണ്. അല്ലാതെ കത്തോലിക്ക വിശ്വാസത്തിലെ പുരോഹിതന്മാർ അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല എന്നാണ് ഇദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ച രാജാവ് ഹെൻറി എട്ടാമനായിരുന്നു. ഇംഗ്ലണ്ടിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി എട്ടാമൻ എന്ന രാജാവാണ്. ഹെൻറി എട്ടാമൻ തുടക്കം കുറിച്ച മതനവീകരണ പ്രസ്ഥാനമാണ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ജനതയ്ക്ക്, ഇംഗ്ലീഷ് പാർലമെന്റിന് സ്വയംഭരണം വേണം എന്നൊരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. ആ ആശയമാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിലേക്ക് നയിക്കുന്നതും പാർലമെന്റിന് സ്വയംഭരണ അവകാശം ലഭിക്കുന്നതും. അതുകൊണ്ട് പ്രാധാന്യമുണ്ട് കേട്ടോ, മറക്കരുത്. അപ്പോൾ ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച് ജോൺ കാൽവിൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഹ്യൂഗ്നോട്ടുകൾ എന്നറിയപ്പെടുന്നു. ഹ്യൂഗ്നോട്ടുകൾ യൂറോപ്പിൽ ആഗമനം വ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് മനസ്സിലുണ്ടാവണം. ജോൺ കാൽവിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങൾ. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് ഹെൻറി എട്ടാമനാണ്. ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്താണ് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമായ ആംഗ്ലിക്കൻ സഭ ആരംഭിക്കുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷ് രക്തരഹിത വിപ്ലവം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കും കേട്ടോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താൽ മതനവീകരണം സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. 16-ാം നൂറ്റാണ്ടിലാണ് തുടക്കം കുറിക്കുക ക്രിസ്തുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെ. മതനവീകരണത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. എന്നാൽ മതനവീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതോ ജർമ്മനിയിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച മാർട്ടിൻ ലൂതറും. മതനവീകരണത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ജോൺ ഹസ് ആണ്. മതനവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫ് ആണ്. ഇദ്ദേഹത്തെ തന്നെയാണ് ഇംഗ്ലീഷ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കുക. ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിനാണ്. ജോൺ കാൽവിൻ്റെ അനുയായികളാണ് ഹ്യൂഗ്നോട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ജോൺ കാൽവിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങൾ. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ഹെൻറി എട്ടാമൻ രാജാവ്. ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ കാലഘട്ടത്താണ് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമായ ആംഗ്ലിക്കൻ സഭ തുടക്കം കുറിക്കുന്നത്. ആംഗ്ലിക്കൻ സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മതനവീകരണത്തിൻ്റെ തുടർച്ചയാണ് ജ്ഞാനോദയ പ്രസ്ഥാനം. ഈ മതനവീകരണത്തിന് കാരണമായത് എന്താ? നവോത്ഥാനം. നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്താ? മാനവികത. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം ഏതൊരു പ്രവൃത്തിയും എന്നതാണ് മാനവികത. ആ മാനവികതയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപം കൊള്ളുക? മതനവീകരണം. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി എട്ടാമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഭരണം നടത്തണം എന്ന് നിശ്ചയിച്ച ആദ്യ ഭരണാധികാരി എന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഹെൻറി എട്ടാമനെ തന്നെ പറയും. നമ്മൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ആ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത് എത്ര ചെറിയ ഡൗട്ടോ എത്ര വലിയ ഡൗട്ടോ ആയിക്കോട്ടെ, ഉറപ്പായും ചോദിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കത്തോലിക്ക മതവിശ്വാസത്തെ എതിർക്കുന്ന കാഴ്ചപ്പാടല്ലേ. അപ്പോൾ കത്തോലിക്ക മതവിശ്വാസത്തിലെ പുരോഹിതന്മാർ അത് അംഗീകരിക്കുമോ? ഇല്ല. അവര് ഈ പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിനെ, മതനവീകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ട് എന്താരംഭിച്ചു? പ്രതി മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? സൊസൈറ്റി ഓഫ് ജീസസ്. സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ പ്രതി മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അവയ്ക്കെതിരെയായിട്ട് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്മത പ്രചരണത്തിനെതിരെ കത്തോലിക്ക പുരോഹിതന്മാർ തുടക്കം കുറിച്ച സമ്പ്രദായമായിരുന്നു എന്താ? പ്രതി മതനവീകരണ പ്രസ്ഥാനം. ഈ പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഇഗ്നേഷ്യസ് ലയോളയാണ്. ഇഗ്നേഷ്യസ് ലയോളയാണ് എന്ത് സ്ഥാപിച്ചത്? ഈശോസഫ് സ്ഥാപിച്ചത്. ഈശോസഫ് സ്ഥാപിച്ചു. ഈശോ സഭയിലെ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുയായികളാണ് ജസ്യൂട്ടുകൾ അഥവാ ജസ്യൂട്ട് മിഷണറിമാർ എന്ന പേരിൽ അറിയപ്പെടുക. നമ്മൾ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ
പാശ്ചാത്യ മിഷണറിമാരുടെ സംഭാവനകൾ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ജെസ്യൂട്ട് മിഷണറിമാർ ആണ് കത്തോലിക്ക മതവിശ്വാസം പ്രചരിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കും. ചർച്ച് മിഷൻ സൊസൈറ്റി, അതുപോലെ തന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ വാഞ്ചലിക്കൽ മിഷൻസ് തുടങ്ങിയവ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം പ്രചരിപ്പിച്ചവരെന്നും നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ജെസ്യൂട്ട് മിഷണറിമാർ കേരളത്തിൽ വന്നിട്ടുണ്ട്, മറക്കരുത്, കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മതനവീകരണ പ്രസ്ഥാനം അഥവാ സൊസൈറ്റി ഓഫ് ജീസസിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോള തുടക്കം കുറിച്ച ഒരു സന്യാസി സഭയാണ് ഈശോ സഭ എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഈശോ സഭ എന്ന് പറയുന്നത് വൈദികരടങ്ങിയ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. ഈശോ സഭയിലെ വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസി എങ്ങനെയാണോ ജീവിക്കുന്നത് അത്തരത്തിലാണ് ജീവിക്കുക. നമുക്ക് അവരുടെ ഡ്രസ് കോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ക്രിസ്തുമത വിശ്വാസത്തിലെ പുരോഹിതന്മാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ഡ്രസ് കോഡ് ഉണ്ടല്ലേ. ചിലർ വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളവരാണ്, ചിലർ കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ചിലർ ബ്രൗൺ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. ലോഹ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈ ബ്രൗൺ നിറത്തിലുള്ള ലോഹയിൽ തൊപ്പി പോലുള്ള ഒരു സംവിധാനം ഉണ്ടാകും. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് വസ്തുക്കളെ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പ്രദായം ഉണ്ടാകും. ഇതൊക്കെയാണ് ഈശോ സഭയിലെ വൈദികർ ഉപയോഗിച്ചിരുന്ന ലോഹ എന്ന് പറയുന്നത്. അവർ പ്രത്യേകിച്ച് ഈ കത്തോലിക്ക ക്രിസ്തുമത വിഭാഗത്തിനെതിരെ മതനവീകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്താ? കത്തോലിക്ക സഭയിലെ വൈദികർ, പുരോഹിതന്മാർ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഭരണവർഗത്തോടുകൂടി ചേർന്ന് ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആശയമല്ലേ. അപ്പോൾ ഈ ഈശോ സഭ സ്ഥാപിച്ചപ്പോൾ ഈശോ സഭയിലെ വൈദികർ എന്ത് ചെയ്തു? ആവശ്യമുള്ള കാര്യങ്ങൾ ഭിക്ഷാടനത്തിലൂടെ ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുകയും ബാക്കിയുള്ളവ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? ഒരു യഥാർത്ഥ സന്യാസ സമൂഹമായിട്ട് ജീവിച്ചു പോന്നു. അത് പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥ ക്രിസ്തുമത വിശ്വാസം എന്ന് പറയുന്നത് ഈശോ സഭയാണ്, അല്ലാതെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പറയുന്നതൊന്നും അല്ല എന്നാണ് ആര് പറഞ്ഞത്? ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കുക, ഈ ഈശോ സഭ സ്ഥാപിച്ചപ്പോൾ ഈശോ സഭയിലെ പുരോഹിതന്മാർ തികച്ചും ഒരു സന്യാസി വര്യന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. പാവങ്ങളെ ശുശ്രൂഷിച്ചു, സാധാരണക്കാരായ ജനങ്ങളെ വിദ്യാഭ്യാസം നൽകി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ശേഖരിച്ച് നൽകി. കാരണം അവരുടെ സമ്പത്തില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. ഇഗ്നേഷ്യസ് ലയോളയുടെ ഈശോ സഭയിലെ അനുയായികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജെസ്യൂട്ടുകൾ അഥവാ ജെസ്യൂട്ട് പുരോഹിതന്മാർ എന്നാണ് അറിയപ്പെടുക. ജെസ്യൂട്ടുകൾ അതല്ലെങ്കിൽ ജെസ്യൂട്ട് പുരോഹിതന്മാർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? മതനവീകരണം പഠിച്ചു, മതനവീകരണം പഠിച്ചു. മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് 16-ാം നൂറ്റാണ്ടിലാണേ. അപ്പോൾ നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ തന്നെ ആയിരിക്കും 16-ാം നൂറ്റാണ്ടിൽ തന്നെ. ഇനി ഈ മതനവീകരണ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും തുടർച്ചയെന്നോണം 18-ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിക്കപ്പെട്ടതായിരുന്നു ജ്ഞാനോദയം. എന്താണ് ജ്ഞാനോദയം? ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത. ഈ മതനവീകരണ പ്രസ്ഥാനവും മതനവീകരണ പ്രസ്ഥാനവും കാരണം പലരും മതവിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. മതവിശ്വാസം എന്തിന് എന്നൊരു ചോദ്യമുണ്ടായി. അങ്ങനെ യുക്തിവാദം പ്രചരിക്കപ്പെട്ടു. ആ യുക്തിവാദത്തിൽ അടിസ്ഥാനമായ പുതിയ ചിന്താരീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജ്ഞാനോദയം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയത്തിന് തുടക്കം കുറിക്കുക. നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എന്തിന് കാരണമായി തീർന്നത്? ജ്ഞാനോദയത്തിന്. നവോത്ഥാനത്തിൻ്റെ ഫലമായി പലരും സ്വയം ചിന്തിച്ചു, സ്വയം പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രാവർത്തികമാക്കിയപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ആ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ മത പുരോഹിതന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് പലതും കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ പുരോഗതി മനസ്സിലാക്കിയ ജനങ്ങൾ ഈശ്വര വിശ്വാസത്തിന് എതിരായിട്ട് മാറി, ആധ്യാത്മിക ചിന്തകൾക്കെതിരായിട്ട് മാറി. അങ്ങനെ ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ തങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം പുതിയ ജനത രൂപം കൊള്ളുകയാണ് 18-ാം നൂറ്റാണ്ട്. ഈ ജനത യുക്തി ചിന്തയ്ക്കാണ് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ
ബുദ്ധിപരമായ ചിന്തകൾക്ക് മാത്രം. ദൈവവിശ്വാസത്തിന് ഇവിടെ പ്രാധാന്യമില്ല. ദൈവമുണ്ടോ ഇല്ലയോ എന്നതിന് ഇവിടെ പ്രസക്തിയില്ല. ശാസ്ത്രം ശരി എന്ന് പറയുന്നത് മാത്രം അംഗീകരിക്കുന്നവരെയാണ് നമ്മൾ യുക്തിവാദികൾ എന്ന് വിളിക്കുക. യുക്തിവാദികൾ നിങ്ങൾക്കറിയാമല്ലോ, ഈശ്വരവിശ്വാസം എന്തെയാണ് അംഗീകരിക്കാത്തവരെയാണ് നമ്മൾ യുക്തിവാദികൾ എന്ന് വിളിക്കുക. യുക്തിവാദികൾ അംഗീകരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വിശ്വസിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജ്ഞാനോദയം എന്ന് പറയുന്നത് എന്താണ്? യുക്തിവാദ ചിന്തകളാണ് ജ്ഞാനോദയത്തിന് കാരണമാവുക. ഏകാധിപത്യ വ്യവസ്ഥകളെ അവർ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് സ്വാതന്ത്ര്യം, സമത്വം, ഏകാധിപത്യം എന്ന കാര്യത്തെ എതിർത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും തുടക്കം കുറിക്കുക. അതാണ് ഇന്ന് കാണുന്ന ലോകത്തെ പല സ്വതന്ത്ര രാജ്യങ്ങളുടെയും പിറവിക്ക് നിദാനമായി മാറിയത്. ഈ 18-ാം നൂറ്റാണ്ടിലുണ്ടായ മതചിന്തകളുടെ വെളിയിൽ ഇറങ്ങിക്കൊണ്ട് ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ചു. സ്വതന്ത്രമായി ചിന്തിച്ചപ്പോൾ അവർ ഏകാധിപത്യത്തെ എതിർത്തു. ഭരണം ജനങ്ങളുടേതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളെ ഭരിക്കണമെന്നൊരു കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ അവരെ ഭരിച്ചിരുന്ന കൊളോണിയൽ രാജ്യങ്ങൾക്കെതിരെയും രാജഭരണത്തിനെതിരെയും അവർ വിപ്ലവം ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ലോകത്തെ പല സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളും രൂപം കൊണ്ടത്. ശരിയല്ലേ? അപ്പോൾ ജ്ഞാനോദയം 18-ാം നൂറ്റാണ്ടിലാണ് രൂപം കൊള്ളുക. നവോത്ഥാനത്തിന്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളെ തുടർന്ന് ബൗദ്ധികവും സാംസ്കാരികവുമായി ഉണ്ടായ പ്രസ്ഥാനമാണെന്ത്? ജ്ഞാനോദയം. ജ്ഞാനോദയത്തിൽ ഈശ്വര വിശ്വാസമുണ്ടോ? ഇല്ല. യുക്തിചിന്തയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ന് ക്ലാസ്സിൽ ഏറ്റവും ആദ്യം പഠിച്ചത് നവോത്ഥാന കാലഘട്ടത്തെ ചിത്രകലയും അതിൻ്റെ ആശയങ്ങളുമാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അതെ, റിവിഷൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നവോത്ഥാന കലയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരൻ ലിയാനോർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് അന്ത്യത്താഴം, മൊണാലിസ എന്നിവ. മറ്റൊരു പ്രശസ്ത ചിത്രകാരനായിരുന്നു മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അന്ത്യവിധി. മൈക്കൽ ആഞ്ചലോ തയ്യാറാക്കിയ ശില്പങ്ങളായിരുന്നു പിയാത്ത, ദാവീദ്, മോസസ് എന്നിവ. റാഫേലിൻ്റെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഏതൻസിലെ വിദ്യാലയം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു മതനവീകരണം. 16-ാം നൂറ്റാണ്ടിലാണ് തുടക്കം കുറിക്കുക. ക്രിസ്തുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ജർമ്മനിയിലെ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ തുടക്കം കുറിച്ചതായിരുന്നു മതനവീകരണ പ്രസ്ഥാനം. അതുകൊണ്ട് മതനവീകരണത്തിന്റെ കളിത്തൊട്ടിൽ ജർമ്മനി. മതനവീകരണത്തിന്റെ പിതാവ് ആരാണ്? മാർട്ടിൻ ലൂതറുമാണ്. മതനവീകരണത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് ജോൺ കസാണ്. മതനവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ വൈക്ലിഫ് എന്ന ഇംഗ്ലീഷുകാരൻ. അദ്ദേഹത്തെ മറ്റൊരു വിശേഷണം കൂടെ നൽകാറുണ്ട്, ഇംഗ്ലീഷ് നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രമെന്നും. ഈ പ്രഭാത നക്ഷത്രം എന്ന വാക്കിന് പകരം ശുക്ര നക്ഷത്രം എന്ന വാക്ക് ഉപയോഗിച്ചാലും തെറ്റില്ല കേട്ടോ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? ശുക്രനാണ്. യെസ്, ശുക്രൻ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്, ആധികാരികമായത് എന്നൊക്കെയാണ് അർത്ഥം, വേറിട്ട് നിൽക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. യെസ്, ഫ്രാൻസിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ജോൺ കാൽവിനാണ്. ജോൺ കാൽവിന്റെ അനുയായികൾ ഹ്യൂഗ്നോട്ടുകൾ എന്നറിയപ്പെടുന്നു. ഹ്യൂഗ്നോട്ടുകൾ മനസ്സിൽ വേണം. ഹ്യൂഗ്നോട്ടുകൾ എന്ന ചിന്താഗതി നമ്മൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. ജോൺ കാൽവിന്റെ പ്രശസ്തമായ കൃതിയാണ് ക്രിസ്തുമതത്തിന്റെ തത്വങ്ങൾ. ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഇംഗ്ലണ്ടിലെ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രാജാവ് ഹെൻറി 8-മനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമായ ആംഗ്ലിക്കൻ സഭ തുടക്കം കുറിക്കുക. ആംഗ്ലിക്കൻ സഭയുടെ ചിന്ത എന്തായിരുന്നു? മാനവികതയിൽ ഊന്നിയതായിരുന്നു. അതായത് ജനങ്ങൾക്ക് ഹിതമായത് എന്താണോ അത് ചെയ്യുക എന്നതായിരുന്നു. ഓക്കെ, ദെൻ മതനവീകരണ പ്രസ്ഥാനത്തിന് എതിരായിട്ട് കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനായിട്ട് ഇഗ്നേഷ്യസ് ലയോള തുടക്കം കുറിച്ചതാണ് പ്രതി മതനവീകരണ പ്രസ്ഥാനം അഥവാ സൊസൈറ്റി ഓഫ് ജീസസ്. പ്രതി മതനവീകരണ പ്രസ്ഥാനം അഥവാ സൊസൈറ്റി ഓഫ് ജീസസ്. സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയണം. ഇഗ്നേഷ്യസ് ലയോള ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വൈദികരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സഭ രൂപീകരിച്ചു. ഇതാണ് ഈശോ സഭ എന്ന പേരിൽ അറിയപ്പെടുക. ഈശോ സഭയിലെ അനുയായികൾ അല്ലെങ്കിൽ ഈശോ സഭയിലെ സന്യാസികൾ അഥവാ വൈദികർ അറിയപ്പെടുന്നത് ജെസ്യൂട്ടുകൾ അഥവാ ജെസ്യൂട്ട് മിഷണറിമാരെന്നാണ്. കേരളത്തിൽ
എത്തിയ കത്തോലിക്ക മിഷണറി സമൂഹമാണ് ജസ്യൂട്ടുകളെന്ന് നമ്മൾ പറയും. ഓക്കെ, ജ്ഞാനോദയം 15-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട നവോത്ഥാന ചിന്തകൾ മതത്തിന്റെ ആശയങ്ങൾക്കെതിരായിരുന്നു എന്ന് നമുക്ക് പറയാം. മതത്തിന്റെ പല ആശയങ്ങളും ചോദ്യം ചെയ്തു എന്ന് പറയാം. 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക മതവിശ്വാസത്തിനെതിരെയായിരുന്നു എന്ത് മതനവീകരണ പ്രസ്ഥാനം. പക്ഷെ മതനവീകരണവാദികൾ ഈശ്വരവിശ്വാസമുള്ളവരായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട നവോത്ഥാനത്തിന്റെയും 16-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മതനവീകരണ പ്രസ്ഥാനങ്ങളുടെയും പിൽക്കാലത്ത് രൂപം കൊണ്ട നവീന ചിന്തയായിരുന്നു ജ്ഞാനോദയം. ജ്ഞാനോദയത്തിൽ എന്തില്ല? ഈശ്വരവിശ്വാസം എന്ന ചിന്ത ഇല്ല. അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. 18-ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയം തുടക്കം കുറിക്കുക. നവോത്ഥാനത്തിന്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എന്തിനു കാരണമായി തീരുന്നത്? ബൗദ്ധികവും സാംസ്കാരികവുമായ ജ്ഞാനോദയ പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണം. ഈശ്വരവിശ്വാസത്തിന് ഇവിടെ അടിസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ യുക്തിചിന്തയ്ക്കാണ് ജ്ഞാനോദയത്തിൽ പ്രാധാന്യം. ഏകാധിപത്യ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തു. പകരം സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇന്ന് നാം കാണുന്ന ലോകത്തിലെ പല സ്വതന്ത്ര രാജ്യങ്ങളും രൂപീകരിക്കാനുള്ള പ്രധാന കാരണം എന്ത് തന്നെയായിരുന്നു? 18-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജ്ഞാനോദയ ചിന്തകൾ തന്നെയായിരുന്നു. ഈ ജ്ഞാനോദയ ചിന്തകൾ തന്നെയാണടാ ഇന്ത്യയിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ജ്ഞാനോദയ പ്രസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ത്യ ചരിത്രം പരിശോധിക്കുമ്പോഴും. ഈ ജ്ഞാനോദയ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്, അമേരിക്കൻ വിപ്ലവം ഉണ്ടാകുന്നത്, റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നത്, ചൈനീസ് വിപ്ലവം ഉണ്ടാകുന്നത്. എന്നാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളടുത്ത് PSC ചോദിച്ചേക്കാം, ജ്ഞാനോദയത്തിന്റെ ഫലമായിട്ടായിരുന്നു ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. ശരിയാണോ? അല്ല, തെറ്റാണ്. നവോത്ഥാനത്തിന്റെയും മതനവീകരണ പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ടിൽ രക്തരഹിത വിപ്ലവം ഉണ്ടാകുന്നത്. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം 17-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ജ്ഞാനോദയം ഉണ്ടോ? ഇല്ല. 18-ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയം വരിക. ജ്ഞാനോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്, ഫ്രാൻസിലെ വിപ്ലവം ഉണ്ടാകുന്നത്, ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവവും അതോടൊപ്പം തന്നെ ചൈനീസ് വിപ്ലവം ഉണ്ടാവുക. നവോത്ഥാനത്തിന്റെയും മതനവീകരണ പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക വിപ്ലവങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ലോക വിപ്ലവങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലമാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നേ ദിവസവും നമ്മൾ പഠിച്ചത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കാണാതെ പഠിക്കാനൊന്നുമില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാം. ക്ലിയർ ചെയ്ത് നമുക്ക് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ പരിശീലിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ ഏരിയ നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരിശീലിക്കുക. അടുത്ത ക്ലാസ്സിന് വേണ്ടി തയ്യാറായി വരിക. പെൻഡിങ് വയ്ക്കരുത്. പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓവർലോഡ് ആവും, പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കണം, മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.